Dear students, welcome to Electron College. നമ്പർ സിസ്റ്റത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഓക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ, പിന്നെ കൺവേർഷൻസ്. ഇപ്പോൾ കൺവേർഷൻസ് ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും വേറൊരു നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനി ബേസ് ടു decimal. So converting from any base, either from binary or octal or hexadecimal to decimal is done by multiplying each digit by its weight and summing. So any base to decimal എന്ന് പറയുമ്പോൾ it can be from binary to decimal or octal to decimal or hexadecimal to decimal. ഇപ്പോൾ ഒരു ബേസിൽ നിന്നും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ് ബൈ ഇറ്റ്സ് വെയ്റ്റ്. ബൈനറി ആണെങ്കിൽ 2 പവർ n, ഓക്ടൽ ആണെങ്കിൽ 8 പവർ n, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 പവർ n. സോ n ഈസ് ദ പൊസിഷൻ ആൻഡ് ആഡ്. ആൻഡ് ഡെസിമൽ ടു അതർ ബേസ്. ഡെസിമലിൽ നിന്നും വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഡെസിമൽ നമ്പർ വേറൊരു 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 ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സക്സസീവ് ഡിവിഷൻ ചെയ്യാം. സക്സസീവ് ഡിവിഷൻ ബൈ ദ ബേസ് ഓഫ് ടാർഗറ്റ്. അതായത് ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ സക്സസീവ് ഡിവിഷൻ ബൈ 2, ബൈ ഡെസിമൽ ടു ഓക്ടൽ ആണെങ്കിൽ സക്സസീവ് ഡിവിഷൻ ബൈ 8, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ സക്സസീവ് ഡിവിഷൻ ബൈ 6. അപ്പോൾ അതുപോലെ ഫ്രാക്ഷൻ പാർട്ട് വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ ബേസ് ഓഫ് ടാർഗറ്റ്. ഏത് സിസ്റ്റത്തിലോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ബേസ് യൂസ് ചെയ്ത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ബൈനറി ടു ഡെസിമൽ. സോ കൺവേർട്ട് 1 0 1 0 1 ഇൻ ബൈനറി. ഈ ബേസ് ശ്രദ്ധിക്കുക. സോ ബേസ് ഈസ് 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗിവൺ നമ്പർ ബൈനറിയാണ്, ടു ഡെസിമൽ. അപ്പോൾ ബൈനറിയിൽ നിന്നും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഓരോ ബിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ 1 0 1 0 1 ഇതിൻ്റെ പൊസിഷൻ അറിയാമല്ലോ. പൊസിഷൻ ഇത് 0, പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3, പൊസിഷൻ 4. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ 1 ഇൻറ്റു 2 പവർ 4, ആ ഡിജിറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് കറസ്പോണ്ടിങ് വെയ്റ്റ്, ബേസ് പവർ പൊസിഷൻ, പ്ലസ് 0 ഇൻറ്റു 2 പവർ 3 plus then 1 into 2 power 2 plus 0 into 2 power 1 plus 1 into 2 power 0. ഈ ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാ വെയ്റ്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 21 ആയിരിക്കും ലഭിക്കുന്നത്. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുവാണെങ്കിൽ 21. Base is 10. So binary 1 0 1 0 1 is converted to decimal value 21. So ഈ ഒരു എക്സാമ്പിളൂടെ നോക്കാം. കൺവേർട്ട് 1 1 0 1 1.101 ഇൻ ബൈനറി ടു ഡെസിമൽ. ഇത് ബേസ് 2 ആണ്. ബൈനറി ഈസ് ബേസ് 2. അപ്പോൾ 1 1 0 1 1.101. പൊസിഷൻസ് നോക്കുക. പൊസിഷൻ 0, പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3, പൊസിഷൻ 4. ഇവിടെ എന്തോ പൊസിഷൻ -1, പൊസിഷൻ -2, പൊസിഷൻ -3.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് ഡിജിറ്റ് ഇൻറ്റു ബേസ് പവർ പൊസിഷൻ, കറസ്പോണ്ടിങ് ഡിജിറ്റ് ഇൻറ്റു വെയ്റ്റ് 2 power 4 പ്ലസ് 1 ഇൻറ്റു 2 power 3 പ്ലസ് 0 ഇൻറ്റു 2 power 2 പ്ലസ് 1 ഇൻറ്റു 2 power പൊസിഷൻ 1 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 1 ഇൻറ്റു 2 power അതിൻ്റെ പൊസിഷൻ 0 പ്ലസ് ഫ്രാക്ഷൻ പാർട്ട് എടുക്കണം 1 ഇൻറ്റു 2 power minus 1 plus 0 into 2 power minus 2 plus 1 into 2 power minus 3. So ഇത് സോൾവ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 27.625 and base is 10. So binary number 11011.101 is converted to decimal 27.625. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ബൈനറി നമ്പർ എങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. octal to decimal, octal number to decimal number. So this is an octal number 263, convert 263 base 8, that is octal to decimal. ഇവിടെയും ദ പ്രോസസ് സെയിം ആണ്. ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 263. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റു, സോ അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2 ഇൻറ്റു 8 power 2. ഇവിടെ ബേസ് 8 ആണല്ലോ. octal ടു ഡെസിമലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. സോ 2 ഇൻറ്റു, സോ ഇതിൻ്റെ പൊസിഷൻ 0 1 2. സോ 2 ഇൻറ്റു 8 power 2 പ്ലസ് 6 ഇൻറ്റു 8 power 1 പ്ലസ് 3 ഇൻറ്റു 8 power 0. So that is 128 plus 6 into 8 48 plus 3. So that is equal to 179. That is the decimal number with a base 10. So this is how we can convert octal number to decimal. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. octal to decimal വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. 4057.06. സോ എന്താണ് പൊസിഷൻ? ഇതിൻ്റെ പൊസിഷൻ 0, പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3. ഇതിൻ്റെ പൊസിഷൻ -1, പൊസിഷൻ -2. അപ്പോൾ 4 ഇൻറ്റു 8 power 3 പ്ലസ് 0 ഇൻറ്റു 8 power 2 പ്ലസ് 5 ഇൻറ്റു 8 power 1 പ്ലസ് 7 ഇൻറ്റു 8 power 0 പ്ലസ്, ഇനി 0യും 6ഉം 0 ഇൻറ്റു 8 power -1 പ്ലസ് 6 ഇൻറ്റു 8 power -2. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2095.0937 ടു ദ ബേസ് 10. octal നമ്പർ ഇത്തരത്തിൽ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ. അപ്പോൾ ബൈനറി ടു ഡെസിമൽ, octal ടു ഡെസിമൽ, ഈ രണ്ട് പ്രോസസ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ, ഹെക്സാ ഡെസിമൽ 5C7 ബേസ് 16. ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് 16 ആണല്ലോ. ടു ഡെസിമൽ ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. 5C7 പൊസിഷൻ അറിയാമല്ലോ. പൊസിഷൻ 0, പൊസിഷൻ 1, പൊസിഷൻ 2. അപ്പോൾ 5 ഇൻറ്റു 16 ഈസ് ദ ബേസ്. ഹെക്സാ ഡെസിമൽ ആയതുകൊണ്ട് ബേസ് 16 ആണ്. 16 power 2 അതായത് പൊസിഷൻ പ്ലസ് C ഇൻറ്റു 16 power 1 പ്ലസ് 7 ഇൻറ്റു 16 power 0. So that is 5 into 16 power 2. കാൽക്കുലേറ്റ് ചെയ്യണം. 1280 പ്ലസ് C
ഈ സി എന്ന് പറയുമ്പോൾ ഹെക്സാ ഡെസിമലിൽ സി ആണ്, നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ സി എന്ന് ഉദ്ദേശിക്കുന്നത് 13 ആണ്. ഹെക്സാ ഡെസിമൽ സി ഡെസിമലിൽ 13 ആണ്. ഡെസിമൽ 12 ആണ്. സി ഹെക്സാ ഡെസിമൽ സി ഡെസിമലിൽ 12 ആണ്. ക്രോസ് 16 പ്ലസ് 7 ഇൻറ്റു 16 പവർ 0 ദാറ്റ് ഈസ് 7. അപ്പോൾ 1280 പ്ലസ് 12 ഇൻറ്റു 16 192 പ്ലസ് 7. അപ്പോൾ ആൻസർ 1479 ടു ദ ബേസ് 10. ഹെക്സാ ഡെസിമൽ നമ്പർ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ A0F9.0EB. സോ പൊസിഷൻ അറിയാമല്ലോ, പൊസിഷൻ 0, പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3. ഇവിടെ -1, -2, -3. സോ സെയിം പ്രോസസ്, ഈച്ച് ഡിജിറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. സോ A ഇൻറ്റു 16 പവർ 3 പ്ലസ് 0 ഇൻറ്റു 16 പവർ 2 പ്ലസ് F ഇൻറ്റു 16 പവർ 1 പ്ലസ് 9 ഇൻറ്റു 16 പവർ 0 പ്ലസ് 0 ഇൻറ്റു 16 പവർ -1 പ്ലസ് E ഇൻറ്റു 16 പവർ -2 പ്ലസ് B ഇൻറ്റു 16 പവർ -3. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ ഈ ഹെക്സാ നമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്പർ A, നമ്പർ F, നമ്പർ E, ഈ നമ്പേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ യൂസ് ചെയ്യണം. ഇപ്പോൾ ഹെക്സ് എയുടെ ഡെസിമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 10 ആണ്. സോ 10 ഇൻറ്റു 16 പവർ 3 പ്ലസ് 0 ഇൻറ്റു 16. എഫിൻ്റെ ഡെസിമൽ വാല്യൂ അറിയാമല്ലോ, 15 ആണ്. അതുപോലെ ഇയുടെ ഡെസിമൽ വാല്യൂ 14 ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 ഇൻറ്റു 16 പവർ -2 ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദാറ്റ് വിൽ give you 41209.0592 base 10. This is how you can convert hexadecimal to decimal number. അപ്പോൾ ഏതൊരു ബേസിൽ നിന്നും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രോസസ്സ് സെയിം ആണ്. ബൈനറി ടു ഡെസിമൽ ആണെങ്കിലും ഓക്ടൽ ടു ഡെസിമൽ ആണെങ്കിലും ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, എല്ലാ വെയ്റ്റ്സും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് വിൽ ഗീവ് യു ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി തിരിച്ചുള്ള കോൺസെപ്റ്റ് നോക്കാം. ഡെസിമൽ ടു ബൈനറി, ഡെസിമലിൽ നിന്നും മറ്റുള്ള ബേസിലോട്ട്, ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഓക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. അപ്പോൾ ഡെസിമൽ ടു ബൈനറി, convert 52 to the base 10, that is decimal, to binary. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെസിമൽ ടു ബൈനറി ചെയ്യുമ്പോൾ സക്സസീവ് ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെസിമൽ ടു ബൈനറി ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷൻ പാർട്ടും ഉണ്ടാവും. ഇൻറ്റിജർ പാർട്ടാണെങ്കിൽ സക്സസീവ് ഡിവിഷൻ ചെയ്യണം, ഫ്രാക്ഷൻ പാർട്ട് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ബൈ ദ ബേസ് ഓഫ് ദ ടാർഗറ്റ്. ടാർഗറ്റിൻ്റെ ബേസ് എത്രയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ടാർഗറ്റ് ബൈനറിയാണ്, ബൈനറിയുടെ ബേസ് 2 ആണ്. അപ്പോൾ ഡെസിമൽ ടു ബൈനറി 52നെ കൺവേർട്ട് ചെയ്യാൻ സക്സസീവ് ഡിവിഷൻ ബൈ 2, ബിക്കോസ് 2 ഈസ് ദ ബേസ് ഓഫ് ബൈനറി. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. സോ 26 ഇൻറ്റു 2 52, ബാലൻസ് റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ നോട്ട് ചെയ്യുക. വീണ്ടും ഡിവൈഡ് ചെയ്യുക 2, ഇപ്പോൾ 13. റിമൈൻഡർ വീണ്ടും 0 ആണ്. 2 6 2s are 12, റിമൈൻഡർ 1. 2 3 2s are 6, റിമൈൻഡർ 0. 2 1 2s are 2, റിമൈൻഡർ 1. ഡിവൈഡ് ചെയ്യുക. സോ ഫൈനൽ കോഷ്യൻ്റ് 0 ആവുന്നവരെ ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ വീണ്ടും റിമൈൻഡർ 1 ആണ്, 0 ഇൻറ്റു 2 പോകത്തില്ല. സോ റിമൈൻഡർ 1 ആണ്. ഡിവിഷൻ കഴിഞ്ഞിട്ട് ഈ ഡയറക്ഷനിൽ ഫ്രം ബോട്ടം ടു ടോപ്പ് ഈ ഡയറക്ഷനിൽ ആ നമ്പേഴ്സിനെ കളക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 1 1 0 1 0 0, താഴെ നിന്ന് മുകളിലോട്ട് റിമൈൻഡേഴ്സിനെ കളക്ട് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ ബൈനറി നമ്പർ. സോ ഡെസിമൽ ടു ബൈനറി 52 ഡെസിമൽ ഈസ് ഈക്വൽ ടു 1 1 0 1 0 0
ഇൻ ബൈനറി. ഇപ്പോൾ ഡെസിമലിൽ നിന്നും വേറെ ഏത് ബേസിലോട്ട് ചെയ്യണമെങ്കിലും, ബൈനറി ആണെങ്കിലും ഓക്ടൽ ഹെക്സാ ഡെസിമൽ ആണെങ്കിലും സക്സസീവ് ഡിവിഷൻ ചെയ്യുക ഇൻറ്റിജർ പാർട്ട്. ഫ്രാക്ഷൻ പാർട്ട് ആണെങ്കിൽ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ബൈ ദ ബേസ് ഓഫ് ദ ടാർഗറ്റ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. 105.15 കൺവേർട്ട് ദിസ് നമ്പർ ടു ബൈനറി. അപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ ബേസ് 2 ആണ്. 105 ഇൻറ്റിജർ പാർട്ടാണ്, 15 ഫ്രാക്ഷൻ പാർട്ടാണ്. അപ്പോൾ 105 സക്സസീവ് ഡിവിഷൻ ചെയ്യുക. സോ 2 52 റിമൈൻഡർ 1 ആണ്. 2 26 into 2 52, so remainder 0. 2 13 remainder 0. 2 6 2s are 12 remainder 1. 2 3 2s are 6 remainder 0. 2 1 remainder 1. 2 again remainder 1. അപ്പോൾ ഡിവിഷൻ സക്സസീവ് ഡിവിഷൻ കഴിഞ്ഞു. ഇനി താഴെ നിന്ന് മുകളിലോട്ട് ആ നമ്പേഴ്സിനെ കളക്ട് ചെയ്യുക, റിമൈൻഡേഴ്സിനെ കളക്ട് ചെയ്യുക. So it will be 1 1 0 1 0 0 1. So this is the binary value for the integer part 105. ഇനി 15 ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. സോ ഫ്രാക്ഷൻ പാർട്ട് 05 ഇത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ ബേസ് ഓഫ് ടാർഗറ്റ്. സോ 0.15 into 2, that is equal to 0.3. 0.15 the given fraction part base ടാർഗറ്റിൻ്റെ ബേസ് 2 അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് 0.3. ഇവിടെ വീണ്ടും ആ ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.3 into 2, that is 0.6. വീണ്ടും ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.6 into 2, that is 1.2. വീണ്ടും ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.2 into 2, 0.4. വീണ്ടും ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.4 into 2, 0.8. 0.8 into 2, ആ ഫ്രാക്ഷൻ പാർട്ട് വീണ്ടും നമ്മൾ എടുക്കുന്നു. 0.8 into 2, that is 1.6. ഇപ്പോൾ വീണ്ടും വേണമെങ്കിൽ ഫ്രാക്ഷൻ പാർട്ട് എടുക്കാം. 0.6 into 2 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആകത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഡിവിഷൻ ഈ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ആ ഫ്രാക്ഷൻ പാർട്ട് 0 ആകണം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രസിഷൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു എന്ന് ബോധ്യമാവണം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 0.6 ആയിരിക്കും വരുന്നത്. ഈ ഫ്രാക്ഷൻ പാർട്ട് എടുത്തിട്ട് 0.6 into 2 അത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 0.6 into 2 1.2. അപ്പോൾ വീണ്ടും ഈ പ്രോസസ്സിങ് റിപ്പീറ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഇൻറ്റിജർ പാർട്സ്, ഈ ഇൻറ്റിജർ വാല്യൂസ്, ആ ഇൻറ്റിജർ പാർട്ട് വാല്യൂസിനെ നമ്മൾ കളക്ട് ചെയ്യണം ഫ്രം ദ ഡയറക്ഷൻ ടോപ്പ് ടു ബോട്ടം. ദ ഡയറക്ഷൻ വിൽ ബി ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0 0 1 0 0 1 കേട്ടോ. ടോപ്പിൽ നിന്ന് താഴോട്ട് കളക്ട് ചെയ്യണം പോയിൻറ്റ്. സോ ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. സോ കൺവേർട്ട് 105.15 ടു ദ ബേസ് 10 ടു ബൈനറി. ഇപ്പോൾ ഡെസിമലിൽ നിന്നും ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റിജർ പാർട്ട് സക്സസീവ് ഡിവിഷൻ ചെയ്യുക, റിമൈൻഡേഴ്സിനെ കളക്ട് ചെയ്യുക ഫ്രം ബോട്ടം ടു ടോപ്പ്. ഫ്രാക്ഷൻ പാർട്ട് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഫൈനലി അതിൻ്റെ ഇൻറ്റിജർ വാല്യൂസ് കളക്ട് ചെയ്യുമ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം കളക്ട് ചെയ്യുക. ദാറ്റ് വിൽ ഗീവ് ദ ബൈനറി വാല്യൂ. ഡെസിമൽ ടു ഓക്ടൽ. ഡെസിമലിൽ നിന്നും ഓക്ടലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഡെസിമലിൽ നിന്നും വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് സക്സസീവ് ഡിവിഷനാണ്. അപ്പോൾ 5497 സക്സസീവ് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ബൈ 8. ഇവിടെ നമ്മൾ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഓക്ടലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. സോ ദിസ് ഈസ് ഡിവൈഡ് ചെയ്യുക 687 into 8. സോ റിമൈൻഡർ വിൽ ബി 1. ഇത് ഡിവൈഡ് ചെയ്യണം. 85 റിമൈൻഡർ വിൽ ബി 7. 8 so 10 into 8 80 remainder will be 5.
8 1 8 remainder is 2 8 0. So remainder is 1. കഴിഞ്ഞു. ഇനി ഈ റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യുക ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പോൾ എന്തായാലും കിട്ടുന്നത് 1 2 5 7 1. ബേസ് ഈസ് 8. അപ്പോൾ ഈ ഡെസിമൽ നമ്പർ ഈ ഓക്ടൽ നമ്പറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സക്സസീവ് ഡിവിഷൻ ബൈ ദ ബേസ് ഓഫ് ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഡെസിമൽ ടു ഓക്ടൽ. ഇവിടെ 378.93. അപ്പോൾ ആദ്യം ഇൻറ്റിജർ പാർട്ട് എടുക്കുക. 378 ഡെസിമൽ ഓക്ടലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സക്സസീവ് ഡിവിഷൻ ബൈ 8. സക്സസീവ് ഡിവിഷൻ ബൈ ദ ബേസ് ഓഫ് ഓക്ടൽ നമ്പർ. 47 into 8. സോ റിമൈൻഡർ വിൽ ബി 2. വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 8s are 40. സോ റിമൈൻഡർ വിൽ ബി 7. വീണ്ടും 8 കൊണ്ട് നോക്കുക. 0. റിമൈൻഡർ ഈസ് 5. ഈ റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യുക ഫ്രം ബോട്ടം ടു ടോപ്പ്. ദാറ്റ് ഈസ് 5 7 2. ഇപ്പോൾ ഇൻറ്റിജർ പാർട്ട് കഴിഞ്ഞു. ഇനി ഫ്രാക്ഷൻ പാർട്ട് 0.93. ഫ്രാക്ഷൻ പാർട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ബൈ. സോ 0.93 into 8 ബേസ് ഓഫ് ദി ഓക്ടൽ നമ്പർ. ഓക്ടലാണല്ലോ നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ 0.95 into 8 യു വിൽ ഗെറ്റ് 7.44. വീണ്ടും ആ ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. ഇൻറ്റു 8 3.52. വീണ്ടും ആ ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.52 into 8 4.16. വീണ്ടും ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. വീണ്ടും ഫ്രാക്ഷൻ പാർട്ട് 0.16 into 8 1.28. ഇപ്പോൾ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. 1-2 ഡിജിറ്റ്സ് കൂടെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. സോ ഈ ആൻസേഴ്സിൻ്റെ ഇൻറ്റിജർ വാല്യൂസ് കളക്ട് ചെയ്യുക ഫ്രം ദ ഡയറക്ഷൻ ടോപ്പ് ടു ബോട്ടം. അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 7 3 4 1 പോയിൻറ്റ്. സോ 378.93 decimal is converted to 572.7341 octal. എപ്പോഴും ബേസ് എഴുതുക. Now decimal to hexadecimal. Decimal to hexadecimal. സോ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ചെയ്യുമ്പോൾ വീണ്ടും ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. സക്സസീവ് ഡിവിഷൻ ബൈ ദ ബേസ് ഓഫ് ടാർഗറ്റ്. ഇപ്പോൾ ഇവിടെ 4 9 0 5 6 ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ. ഇതിനെ ഡിവൈഡ് ചെയ്യുക. 16 ആണല്ലോ ഹെക്സാഡെസിമലിൻ്റെ ബേസ്. ഇപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് 3066. ബാലൻസ് റിമൈൻഡർ വിൽ ബി 0. വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 191. റിമൈൻഡർ ഈസ് 10. വീണ്ടും 16. റിമൈൻഡർ ഈസ് 15. വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 1. സോ ഡിവിഷൻ കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 50 ഈ നമ്പേഴ്സ് 11 ഈ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ 10 എന്ന് പറയുമ്പോൾ അത് ഹെക്സാഡെസിമലിൽ എ ആണ്. 9 ഹെക്സാഡെസിമലിൽ 9 കഴിഞ്ഞിട്ട് എ ആണ്, ദറ്റ് ഈസ് 10. ഈ 15 ഡെസിമലിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് എഫ് ആണ് ഹെക്സിൽ. 11 ഡെസിമലിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ബി ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഇനി ഈ നമ്പേഴ്സ് കളക്ട് ചെയ്യുക ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ബി എഫ് എ 0. So 49056 is converted to the hexadecimal number BFA0. The base will be 16. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ നമ്പേഴ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് എയ്തർ ഫ്രം ഡെസിമൽ ടു അനദർ ഓർ ഫ്രം അനദർ നമ്പർ സിസ്റ്റം ടു ഡെസിമൽ, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഒന്നുകിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. സോ ഡെസിമൽ ഇപ്പോൾ ബൈനറി ടു ഡെസിമൽ, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, അല്ലെങ്കിൽ ഓക്ടൽ ടു ഡെസിമൽ. അവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ വെയ്റ്റും
ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ദെൻ ഡെസിമൽ ടു ബൈനറി അല്ലെങ്കിൽ ഡെസിമൽ ടു ഓക്ടൽ അല്ലെങ്കിൽ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻറ്റിജർ പാർട്ട് സക്സസീവ് ഡിവിഷൻ ചെയ്യുന്നു. ഡിവിഷൻ ചെയ്തിട്ട് റിമൈൻ ഫ്രാക്ഷൻ പാർട്ട് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ആ ആൻസേഴ്സിൻ്റെ ഇൻറ്റിജർ പാർട്സ് നമ്മൾ വീണ്ടും കളക്ട് ചെയ്യുന്നു ഫ്രം ടോപ്പ് ടു ബോട്ടം. പ്രോസസ് മാറുന്നില്ല ഇത്രയും കൺവേർഷൻസിന്. ഇപ്പോൾ ഡെസിമൽ കൺവേർഷൻസ് കഴിഞ്ഞു. ഡെസിമലുമായിട്ട് ബന്ധപ്പെട്ട് ദെൻ എനി ബേസ് ടു ബൈനറി കൺവേർഷൻസ്, അതായത് ഡെസിമൽ ടു ബൈനറി, ഓക്ടൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ബൈനറി, അതുപോലെ ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഓക്ടൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ. നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡെസിമൽ ടു ബൈനറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് വേണമെങ്കിൽ പ്രീവിയസ് എക്സാമ്പിൾസ് റെഫർ ചെയ്യാം. ഓക്ടൽ ടു ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ ടു ബൈനറി. സോ ഓക്ടൽ ടു ബൈനറി റീപ്ലേസ് ഈച്ച് octal digits by its 3-bit binary equivalent. octal to binary ഓരോ ഡിജിറ്റും അതിൻ്റെ 3-bit ബൈനറി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സിമിലർലി ഹെക്സാഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമലിൻ്റെ ഓരോ ഡിജിറ്റും 4-bit ബൈനറി നമ്പർ, അതിൻ്റെ ഇക്വലൻറ്റ് 4-bit ബൈനറി നമ്പറായിട്ട് റീപ്ലേസ് ചെയ്യണം. എക്സാമ്പിൾസ് നോക്കാം. കൺവേർട്ട് 367.52. ഇത് ഓക്ടലാണ്. നമ്മൾ ഡെസിമൽ ടു ബൈനറി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓക്ടൽ ടു ബൈനറിയാണ്. 367.52 ടു ദ ബേസ് 8 ടു ബൈനറി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് വളരെ സിമ്പിളാണ്. 367.52. അപ്പോൾ ഇത് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്ടൽ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓരോ ഡിജിറ്റും അതിൻ്റെ 3-bit ഇക്വലൻറ്റ് ബൈനറി വാല്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ 3 എടുക്കുക. ഈ 3യുടെ 3-bit ബൈനറി ഇക്വലൻറ്റ് എത്രയാണ്? 011. സിമിലർലി 6ൻ്റെ 3-bit ബൈനറി ഇക്വലൻറ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 6ൻ്റെ ബൈനറി വാല്യൂ. സിമിലർലി 7ൻ്റെ ബൈനറി വാല്യൂ 111 ആണ്. 5ൻ്റെ ബൈനറി വാല്യൂ 101. 2ൻ്റെ ബൈനറി വാല്യൂ 010. ഇൻ 3-bit, നമ്മൾ 3-bitലാണ് ഇത് എഴുതുന്നത്, ഓക്ടൽ ടു ബൈനറി ആയതുകൊണ്ട്. ഇനി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. 011, 110, 111.101.010. So this number 367.52 octal number is converted to this binary number. ഹെക്സാഡെസിമൽ ടു ബൈനറി ഇവിടെ എന്താ ചെയ്യുന്നത്? 4 നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ നോക്കാം. കൺവേർട്ട് ദിസ് ഹെക്സാഡെസിമൽ നമ്പർ ടു ബൈനറി 4BAC ടു ദ ബേസ് 16. ദിസ് ഹാസ് ടു ബി കൺവേർട്ടഡ് ടു ബൈനറി. ഹെക്സാഡെസിമൽ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലൻറ്റ് 4-bit ബൈനറി ഇക്വലൻ്റ് ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക 4, ഇതിൻ്റെ ബൈനറി ഇക്വലൻറ്റ് എന്തുവാ? 0100. 4-bit ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യണം. 4-bit. ദെൻ ബി, ഹെക്സാഡെസിമൽ ബി. സോ ബി എന്ന് പറയുമ്പോൾ 11 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലൻറ്റ്. ദറ്റ് ഈസ് 11. സിമിലർലി എയുടെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലൻറ്റ് ഹെക്സാഡെസിമൽ എ എന്ന് പറയുമ്പോൾ ഡെസിമൽ 10 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 1010. സിമിലർലി സി എന്ന് പറയുമ്പോൾ 12 ആണല്ലോ, ഡെസിമലിൽ 12 ആണ്, കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 1100. ഇനി ഇത് കമ്പൈൻ ചെയ്യുക, എല്ലാ വാല്യൂസും കൂടെ കമ്പൈൻ ചെയ്യുക. 0100, 1011, 1010, 1100. So this hexadecimal number is converted to binary number. അപ്പോൾ ഒരു octal to binary as well as hexadecimal to binary, ഇത് രണ്ടും കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓരോ ഡിജിറ്റും അതിൻ്റെ ആ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, അതിലോട്ട് കൺവേർട്ട് ചെയ്യുക.
നമ്മൾ ഓക്ടൽ ചെയ്യുമ്പോൾ 3 ബിറ്റ്, ഓക്ടൽ ടു ബൈനറി ആണെങ്കിൽ 3 ബിറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഹെക്സ് ടു ബൈനറി ആണെങ്കിൽ 4 ബിറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഓക്ടൽ എന്ന് പറയുമ്പോൾ ബേസ് 8 ആണ്, ദാറ്റ് ഈസ് ആക്ച്വലി 2 power 3, അങ്ങനെ ഈ 3 വരുന്നത്. ഹെക്സ് എന്ന് പറയുമ്പോൾ ബേസ് 16 ആണ്, ദാറ്റ് ഈസ് ആക്ച്വലി 2 power 4, അങ്ങനെ ഈ 4 വരുന്നത്. ഇത് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ബേസ് ടു ബൈനറി, ഡെസിമൽ ടു ബൈനറി നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സക്സസീവ് ഡിവിഷൻ ബൈ 2 നമ്മളത് പഠിച്ചായിരുന്നു. പിന്നെ ഓക്ടൽ ടു ബൈനറി, ഹെക്സാ ഡെസിമൽ ടു ബൈനറി, ഇത് രണ്ടും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിവിടെ നോക്കാം. ബൈനറി ടു അതർ ബേസ്, അതായത് ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഓക്ടൽ, ബൈനറി ടു ഹെക്സാ ഡെസിമൽ. അപ്പോൾ ബൈനറി ടു ഡെസിമൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓരോ ഡിജിറ്റും അതിൻ്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ടെല്ലാം കൂടെ ആഡ് ചെയ്യുക. നമ്മൾ എക്സാമ്പിൾസൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞു. Now binary to octal and binary to hex. So binary to octal ചെയ്യുമ്പോൾ binary number starting from the binary point make groups of 4 bits on either side and replace each group by the equivalent hexadecimal digit. Okay, example നോക്കാം. ഇത് നോക്കുക, hexadecimal to binary. ഈ ഹെക്സാഡെസിമൽ ടു ബൈനറി ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഈ എക്സാമ്പിളൂടെ നോക്കാം. ഹെക്സാഡെസിമൽ ടു ബൈനറി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. 3A9E.BOD ബേസ് 16 ടു ബൈനറി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ഡിജിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട്, ഇക്വലൻ്റ് ബൈനറി ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുക ഇൻ 4 ബിറ്റ്. എയുടെ ബൈനറി എന്ന് പറയുമ്പോൾ 1010, 9ൻ്റെ ബൈനറി 1001, ഇയുടെ ബൈനറി 1110 പോയിൻറ്റ്, പിന്നെ B0D, ബിയുടെ ബൈനറി എന്താ 1011, 000, സീറോയുടെ ബൈനറി. സിമിലർലി ഡിയുടെ ബൈനറി ദാറ്റ് ഈസ് 1101. എന്നിട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുക. 0011, 1010, 1001, 1110 point 1011, 0000, 1101. Hexadecimal to binary. അതുപോലെയാണ് ബൈനറി ടു ഓക്ടൽ. നമ്മളിതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബൈനറി ടു ഓക്ടൽ. ഇപ്പോൾ ബൈനറി ടു ഓക്ടൽ ചെയ്യേണ്ടത്, they have given a binary number. ഈ പോയിന്റിൽ നിന്നും, ദിസ് ഈസ് ദ ബൈനറി പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലും ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 3 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. സോ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ടു ദ റൈറ്റ് ആൻഡ് ടു ദ ലെഫ്റ്റ്. ഇപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്. സോ ഡയറക്ഷൻ ഇതാണ്. ഈ പോയിന്റിൽ നിന്നും ഈ ഡയറക്ഷനിലോട്ടും, ഈ പോയിന്റിൽ നിന്നും ഈ ഡയറക്ഷനിലോട്ടും വേണം ഗ്രൂപ്പ് ചെയ്യാൻ. പോയിന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ. സോ 100, 3 ബിറ്റ്, ദെൻ 111, ഇതാണല്ലോ നെക്സ്റ്റ് 3 ബിറ്റ്. 101, ഇത് 3 നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, 3 ബിറ്റ്. പിന്നെ ഉള്ളത് 01. അപ്പോൾ അതായത് നമുക്ക് വീണ്ടും എഴുതാം. 001, 111, 101, 10. ഇവിടെ ഒരു 0 കൂടെ ഇട്ടേക്കാം. അപ്പോൾ അതുപോലെ ആഫ്റ്റർ ദ പോയിൻറ്റ്, ആഫ്റ്റർ ദ ഡെസിമൽ പോയിൻറ്റ് വീണ്ടും ഗ്രൂപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഗ്രൂപ്പ് 0, 1, 1, പിന്നെ ഒരു 1 മാത്രമേ ബാക്കിയുള്ളൂ, ആ 1 എഴുതുക. സോ റിമൈനിങ് 2 zeros ഇടുക. അപ്പോൾ 3 ബിറ്റ്സ് വീതം നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഗിവൺ ബൈനറി നമ്പറിനെ 3 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് ടു ദ റൈറ്റ് ആൻഡ് സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് ടു ദ ലെഫ്റ്റ്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓക്ടൽ വാല്യൂസ് എഴുതുക. എന്തുവാ, 2
5 7 1 3 4. അപ്പോൾ നമ്മുടെ ഓക്ടൽ നമ്പർ എന്ന് പറയുന്നത് 2571.34. ദിസ് ഈസ് ദി ഓക്ടൽ. സോ ഇത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കൺവെർട്ട് ബൈനറി ടു ഓക്ടൽ. അപ്പോൾ ഈ ബൈനറി നമ്പറിനെ നമ്മൾ ഓക്ടലായിട്ട് കൺവെർട്ട് ചെയ്തു. ഈ ഒരു എക്സാമ്പിളൂടെ നോക്കുക. ബൈനറി ടു ഹെക്സ്. ബൈനറി ടു ഹെക്സ്. അപ്പോൾ ഹെക്സ് എന്താ ചെയ്യേണ്ടത്? ബൈനറി നമ്പർ ഹെക്സിലോട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണം. 4 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത്? ഇത് ഇവിടെ ആയിരിക്കുമല്ലോ പോയിൻ്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ 1101 1011 4 ബിറ്റായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. റിമൈനിങ് 2 ബിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എഴുതാൻ പോവുക 101101 പിന്നെ 1011. ഇവ 2 ബിറ്റേ ഉള്ളൂ. അപ്പോൾ 2 സീറോസ് കൂടെ യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതുക. 2 1101. ഇത് 13 ആണ്. 1101 എന്ന് പറയുമ്പോൾ ഡെസിമലിൽ 13 ആണ്. സോ ഹെക്സിൽ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഡി ആൻഡ് ദിസ് ഈസ് ബി. വൺ സീറോ വൺ വൺ ഡെസിമൽ വാല്യൂ അറിയാലോ 11 ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ബി. സോ ദ കറസ്പോണ്ടിങ് hex value is 2db base 16. So this number is converted to hexadecimal value. ലാസ്റ്റ് ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഈ നമ്പർ നോക്കുക. ബൈനറി നമ്പർ ഇത് ഹെക്സാഡെസിമലായിട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് പോയിൻറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടും പോയിൻറ്റിൽ നിന്നും റൈറ്റിലോട്ടും സ്റ്റാർട്ട് ചെയ്യണം. 4 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. 1011 1111 010. അത് എഴുതിയേക്കാം. 010 1111 1011. ഇവിടെ ഒരു 0 കൂടെ യൂസ് ചെയ്യാം. പോയിൻറ്റ് സിമിലർലി ഇവിടെ പോയിൻറ്റ് 011111. സോ പോയിൻറ്റ് 0111 4 ബിറ്റ്സ്. റിമൈനിങ് 2 ബിറ്റ്സ്. 2 സീറോസ് കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ 4 ബിറ്റ്സ്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് നമ്പർ എഴുതുക. 1111 അതായത് 15 ഡെസിമൽ 15 ആണ്. അപ്പോൾ ഹെക്സിൽ അത് എഫ് ആൻഡ് 1011 ഇത് ബി ആണ്. 0111 ഇത് 7 ആണ്. 1100 12 ആണ് ഡെസിമലിൽ. ദാറ്റ് ഈസ് ഹെക്സിൽ സി ആണ്. സോ യുവർ ആൻസർ 2FB.7C ഇൻ ഹെക്സ്. So this is how you will convert binary to hexadecimal number. അപ്പോൾ ഓക്ടൽ ടു ഹെക്സാഡെസിമൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ രണ്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഗിവൺ ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യണം. ഓക്ടലാണെങ്കിൽ ടാർഗറ്റ് ഓക്ടലാണെങ്കിൽ 3 ബിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഓക്ടൽ നമ്പർ എടുക്കുക. ഹെക്സാഡെസിമലാണ് ടാർഗറ്റ് എങ്കിൽ 4 ബിറ്റ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എടുക്കുക. That is binary to octal and binary to hexadecimal. അതായത് starting from the binary point make groups of ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മേക്ക് ഗ്രൂപ്പ്സ് ഓഫ് 3 ബിറ്റ്സ് ആണ് ഓക്ടലിന്. ഹെക്സിനാണ് 4 ബിറ്റ്സ്. മേക്ക് ഗ്രൂപ്പ്സ് ഓഫ് 4 ബിറ്റ്സ് ഈച്ച് ഓൺ എയ്തർ സൈഡ് ആൻഡ് റീപ്ലേസ് ഈച്ച് ഗ്രൂപ്പ് ബൈ ദ ഇക്വലൻറ്റ് ഓക്ടൽ ഡിജിറ്റ്. ഓക്ടലാണെങ്കിൽ 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഓക്ടൽ ടു ബൈനറി, hexadecimal to binary. Thank you.